യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും
പിന്നിലേക്കില്ലൽപ്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന് സുവിശേഷം 3-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ വാക്കാവിത്, കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നുവരും, എല്ലാ മലയും കുന്നും താഴും. വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണുമെന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവനെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. ഈ 3 വേദഭാഗങ്ങളിലും ഒരു കാര്യത്തിനാണ് പറയുന്നത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ വാക്കാവിത്. മരുഭൂമിയിൽ ശബ്ദം മുഴങ്ങുന്നു. മരുഭൂമിയിൽ അത് ദൈവത്തിൻ്റെ പ്രവാചകനായ യോഹന്നാൻ സ്നാപകൻ്റെ ശബ്ദമാണ്. സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ ചെന്ന് സംസാരിച്ചു. മരുഭൂമിയിൽ മുഴങ്ങിയ ശബ്ദം മാനസാന്തരപ്പെടുക എന്നുള്ള ശബ്ദമായിരുന്നു. യോഹന്നാൻ സ്നാപകൻ മാനസാന്തരം പ്രസംഗിച്ചു. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ മുഴങ്ങിയ ശബ്ദം ഇന്നും ദിഗന്ധങ്ങളിൽ മാറ്റിക്കൊണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് മനുഷ്യ ഹൃദയത്തിൽ മാറ്റിക്കൊണ്ടുകൊണ്ടിരിക്കുന്നു. ആവശ്യക്കാരുടെ ഹൃദയത്തിലേക്ക് ആ ശബ്ദം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. മദ്യപാനം മാറുന്നു, കുടുംബത്തിൽ കലഹം മാറുന്നു, കോപക്രാന്തമായ പെരുമാറ്റം മാറുന്നു, ചീട്ടുകളിയും വെരുക്കൂത്തുകളും എല്ലാം മാറുന്നു, ഗാംബ്ലിങ്സ് എല്ലാം മാറുന്നു, ജീവിതത്തിലെ തിന്മപ്പെട്ടതെല്ലാം മാറുന്നു. സ്നേഹം ഹൃദയത്തിൽ നിറയുന്നു, സ്നേഹം കുടുംബത്തിൽ നിറയുന്നു, സ്നേഹം, ഐക്യം, ഒരു മനസ്സ്, മാതാപിതാക്കളും മക്കളും ഒരു മനസ്സ്, ഭാര്യയും ഭർത്താവും ഒരു മനസ്സ്. എന്തൊരൈശ്വര്യം! രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നു, പ്രഭാത നമസ്കാരം. അതിനുശേഷം ജോലിക്ക് പോകാനുള്ളവർ ജോലിക്ക് പോകുന്നു, സ്കൂളിൽ പോകാനുള്ളവർ സ്കൂളിൽ പോകുന്നു. പക്ഷേ നിങ്ങളൊരാൾ വീട്ടിൽ അല്പസമയം ഉണ്ടാക്കി നിങ്ങൾ തനിയെ ദൈവത്തിൽ ഇരിക്കുന്നു, നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നു, തനിയെ വേദപുസ്തകം വായിക്കുന്നു, നിങ്ങൾ ഇരിക്കുന്നു, നിങ്ങൾ ചിന്തിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനേകർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രശാന്തമോഹനമായ ജീവിതം. വൈകുന്നേരമായി വീട്ടിലെല്ലാവരും വന്നു, എല്ലാവരും ഒരുമിച്ച് കൂടി ഇരുന്നു, പാട്ടുപാടി, വേദപുസ്തകം വായിച്ചു, പ്രാർത്ഥിക്കുന്നു. അതായത് സഭയിൽ, നിങ്ങൾ ഏത് സഭയിൽ നിൽക്കുന്നോ ആ സഭയിലെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നു. പിന്നീട് തന്നെത്താനെയുള്ള എക്സ്റ്റംബർ പ്രയർ, ധ്യാന പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. സൗമ്യമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം ഫലമേൽപ്പിച്ചുകൊണ്ട് രാത്രി കിടന്നുറങ്ങുന്നു. ആണോ നിങ്ങളുടെ ജീവിതം? അങ്ങനെയാണോ? ജീവിതം അതുപോലെ പ്രസാദപൂർണ്ണമാണോ നിങ്ങളുടെ ജീവിതം? പ്രസാദഭരിതമാണോ നിങ്ങളുടെ ജീവിതം? സന്തോഷം നിറഞ്ഞതാണോ നിങ്ങളുടെ ജീവിതം? ദൈവത്തിന് സ്തോത്രം. നിരാശകരമായ കാര്യങ്ങൾ പലതും വീട്ടിലുണ്ട്, ശരിയാണ്. പൈസ തികയുന്നില്ല, അല്ലെങ്കിൽ
ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാൻ പറ്റുന്നില്ല. പരീക്ഷ പാസ്സായില്ല, പലവണ പരീക്ഷ എഴുതി കിട്ടിയില്ല. ഇന്നിങ്ങോട്ട് പോരുമ്പോഴാണ് ഞാൻ എൻ്റെ മൊബൈലിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് വായിച്ചത്. 6 തവണ എഴുതി സാറേ, IELTS എഴുതി 6 തവണ എഴുതി കിട്ടിയില്ല. ഈ പ്രാവശ്യം കിട്ടുമെന്ന് സാറേ വിചാരിച്ചത്, പാസ്സായില്ല, ഒരു സബ്ജക്റ്റ് കിട്ടിയില്ല. സാറൊന്ന് പ്രാർത്ഥിക്കണം, ഞാൻ ഇനിയും മടിക്കുന്നില്ല, ഞാൻ എഴുതാൻ പോവുകയാണ്. ഞാൻ ഉടനെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ, കാറിൽ ഇരുന്നുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തു. മടുക്കണ്ട, അധൈര്യപ്പെടണ്ട, ധൈര്യമായി ഇനിയും നോക്കൂ, ഇനിയും പരിശ്രമിച്ചോളൂ, എഴുത്. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പരിശ്രമിക്കാൻ, പ്രാർത്ഥിച്ചുകൊണ്ട് വേണം, ജീവിതം കത്താൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങുമ്പോൾ മാനസാന്തരം ഉണ്ടാകും. നാം ആരും ഉണ്ടാക്കുന്നത് നല്ലത്, ആരും തരുന്നതുമല്ല. ഈ വചനം പറയുന്ന ഞാനും നിങ്ങൾക്ക് മാനസാന്തരം തരികയില്ല, എനിക്കും കഴിവില്ല. നിങ്ങൾക്ക് മാനസാന്തരത്തിന് ഒരാളുണ്ട്, ആ ആൾ നിങ്ങളുടെ തൊട്ടരികത്ത് നിൽക്കുന്നുണ്ട്, അതാണ് കർത്താവായ യേശുക്രിസ്തു. ആ ആൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്, അതാണ് കർത്താവായ യേശുക്രിസ്തു. ഈ ബൈബിളിലെ വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ആ ജീവനുള്ള ക്രിസ്തുവിൻ്റെ ശബ്ദമാണ് നിങ്ങൾ വായിക്കുന്നത്. നിങ്ങൾ തിരുവചനം കേൾക്കാൻ വരുമ്പോൾ ക്രിസ്തു ശബ്ദമാണ് നിങ്ങളെ സമീപിക്കുന്നത്. ഹൃദയം ഏങ്ങടിച്ച് വിതുമ്പി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തു ശബ്ദം നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ജീവിതത്തിൽ ഭാരങ്ങളും ആകുലങ്ങളും സങ്കടങ്ങളും പെരുകുമ്പോൾ, വിരഹവേദനയിൽ ഹൃദയം മാഴുകുമ്പോൾ, കരയുമ്പോൾ, വിയോഗ വ്യഥയിൽ മനസ്സ് വിഷമിക്കുമ്പോൾ, ഭർത്താവ് നേരത്തെ മരിച്ചുപോയി സങ്കടപ്പെട്ട് കരയുമ്പോൾ, ഭാര്യ നേരത്തെ അക്കരയ്ക്ക് പറന്നുപോയി സങ്കടപ്പെട്ട് കരയുമ്പോൾ, കൂടെ ഇരുന്ന് താങ്ങാൻ യേശുവുണ്ട്. ആ യേശുവാണ് നമ്മുടെ സഹായം, യേശുവാണ് നമ്മുടെ ഉടയവൻ, യേശുവാണ് നമ്മുടെ തുണ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവാണ് നിങ്ങൾക്ക് മാനസാന്തരം തരുന്നത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം മാനസാന്തരപ്പെടുവീൻ എന്നുള്ളതായിരുന്നു. മരുഭൂമിയിൽ ഉറവ, അനുഗ്രഹത്തിൻ്റെ ഉറവ മരുഭൂമിയിൽ പൊട്ടിപ്പുറപ്പെടുന്നു. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇന്ന് ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു മാനസാന്തരം വേണമെന്ന്? എൻ്റെ ജീവിതം ഇതുവരെ ജീവിച്ചതുപോലെ അല്ല, ഒന്നുകൂടി മാറണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം വരുന്നുണ്ടോ? ഇതുവരെ ജീവിച്ചതുപോലല്ല. ഇനി ഞാൻ കോപിക്കുകയില്ല, ഇനി വഴക്കടിക്കുകയില്ല, ആരോടും പിണങ്ങുകയില്ല, ആർക്കും ഒരു വേദന വരുത്തക്കൊണ്ട് ഞാൻ സംസാരിക്കുകയില്ല, ആരുടെ ഹൃദയത്തിൽ ഞാൻ മുറിവേൽപ്പിക്കുകയില്ല, എൻ്റെ വാക്കുകളെ മുറിവേൽപ്പിക്കുകയില്ല, ആരെയും ഞാൻ മരണപ്പെടുത്തുകയില്ല. ഞാൻ സൗമ്യനായി താഴ്മയുള്ളതായി എല്ലാവരെയും ഞാൻ ശ്രേഷ്ഠരായിട്ട് എണ്ണും. എന്നേക്കാൾ ഭേദമാണ് എല്ലാവരും ഞാൻ വിചാരിക്കും, എല്ലാവരെയും ഞാൻ എന്നേക്കാൾ ശ്രേഷ്ഠരായിട്ട് ഞാൻ കണക്കാക്കും. എനിക്ക് ആരോടും പരിഭവം ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ദൈവം എനിക്ക് തന്നതാണ്, ആരും തന്നില്ലെങ്കിലും യേശു എനിക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. മോനെ ഇതിനോട് ഞാൻ പറയട്ടെ, മോളെ ഇതിനോട് ഞാൻ പറയട്ടെ, നിനക്ക് വിവാഹാലോചന ദൈവം തരട്ടെ. ഒരു കൊച്ചിനോട് ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ സമയമുണ്ട്, ആ സമയത്ത് അത് നടക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സമയമുണ്ട്, അത് നടക്കും. കർത്താവിന് സ്തോത്രം. അവൻ വിശ്വാസമാണ്, അവൻ ദൈവത്തിന് കേൾക്കാൻ വരുന്നവനാണ്. എന്നോട് പറഞ്ഞു, വിവാഹത്തിൽ പലതും വരുന്നു, ആലോചനയുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് ദൈവത്തിനൊരു സമയമുണ്ട്, ദൈവത്തിൻ്റെ സമയത്തായി നീ കാത്തിരിക്കുക. നിൻ്റെ കാര്യം ദൈവം അന്വേഷിക്കും, പേടിക്കണ്ട. നിൻ്റെ കാര്യം ദൈവം നോക്കിക്കൊള്ളും. സ്തോത്രം. മനുഷ്യരാരും നോക്കിയില്ല, നിൻ്റെ അപ്പൻ നോക്കിയില്ല, അമ്മ നോക്കിയില്ലെന്നിരിക്കട്ടെ, എങ്കിൽ പോലും നിന്നെ കാര്യം അന്വേഷിക്കുന്നൊരു ദൈവമുണ്ട്, നീ വിശ്വസിക്കൂ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ അനുഭവങ്ങളാണ് ഈ പറയുന്നത്, ചുമ്മാ പറയുന്ന വാക്കുകളല്ലത്. എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ ഇതുവരെയും എന്നെ ഐശ്വര്യമായി നടത്തിയ ദൈവസ്നേഹം ഒരിടത്തും അനർത്ഥം വരാതെ, ഒരിടത്തും കേടുപറ്റാതെ ഇത്രത്തോളം എന്നെ നടത്തിയ ഒരു ദൈവം, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം, എന്നെ കരുതുന്ന ഒരു ദൈവം, എന്നെ വാത്സല്യപൂർവ്വം തഴുകുന്ന തലോടുന്നൊരു ദൈവം, എൻ്റെ കണ്ണീര് തുടച്ചു തരുന്നൊരു ദൈവം, എൻ്റെ കണ്ണീരൊപ്പിത്തരാൻ കരം നീട്ടുന്ന ദൈവം. ആ കരം ആണിപ്പാടുള്ള കരമാണ്. എൻ്റെ യേശു എൻ്റെ കണ്ണീര് തുടയ്ക്കാൻ നീട്ടുന്ന കരം ആണിപ്പാടുള്ള കരമാണ്. എനിക്ക് വേണ്ടി തകർന്ന കരമാണ്, എനിക്ക് വേണ്ടി കുരിശിൽ വിരിച്ച കരമാണ്, എനിക്ക് വേണ്ടി ആണിയടിച്ച് തകർന്ന കരമാണ് ആ കരം. പ്രിയപ്പെട്ടവരെ, ആ കരം ഇപ്പോൾ നിങ്ങളുടെ അടികത്തുണ്ട്, നിങ്ങൾ വിശ്വസിക്കൂ. ആ കരമാണ് നിങ്ങൾക്ക് മാനസാന്തരം തരുന്നത്. യേശുവിൻ്റെ തൃക്കരം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആശ്വാസകരമായ തൃക്കരം, ആനന്ദകരമായ തൃക്കരം, ആശ്വാസം അരുളുന്ന തൃക്കരം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ താങ്ങുന്ന കരം, വീഴാൻ തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ പിടിച്ച് നിർത്തുന്ന കരം, വീണ് പോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. പേടിക്കണ്ട, വീണുപോയോ പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ആ കരം നിങ്ങളെ പിടിച്ചുയർത്തും. വീണെടുത്ത് നിങ്ങളെ ഉയർത്തി നിങ്ങളെ അനുഗ്രഹകരമായ വന്ധാവിലൂടെ നയിക്കും. പിൻപടയായി ജീവൻ്റെ ദൈവത്തിൻ്റെ മഹത്വം നിനക്ക് പിറകെ നിൽക്കും. ദൈവത്തിൻ്റെ മഹത്വം പിൻപടയായിരിക്കും.
എപ്പോഴും കർത്താവിൻ്റെ കരുണ നിനക്ക് വലയം ചെയ്തുകൊണ്ടിരിക്കും. കൃപാവലയത്തിനകത്തായിരിക്കും, നീ തിരക്തത്തിൻ്റെ വലയത്തിനുള്ളിലായിരിക്കും, ജയമുള്ള ശ്രീബായുടെ തണലിലായിരിക്കും. ഭയപ്പെടേണ്ട കാര്യമില്ല, ഒന്നിലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഭയമെല്ലാം മാറ്റുന്നവൻ ജീവനുള്ള ക്രിസ്തു എല്ലാ ഭയപ്പാടും മാറ്റുവാനാണ് അവിടുന്ന് ക്രൂസിൽ മരിച്ചത്. ദൈവത്തിന് സ്തോത്രം. എല്ലാ ഭയപ്പാടും മാറ്റും. ദൈവത്തിന് സ്തോത്രം. എല്ലാ ഭീതികളും മാറ്റും. ആങ്സൈറ്റീസ് ആൻഡ് ഫിയേഴ്സ് ആൻഡ് ടെൻഷൻസ് ആൻഡ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എല്ലാം മാറ്റും, എല്ലാം മാറ്റും. സ്തോത്രം. എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും എല്ലാം മാറ്റിത്തരും. മോളെ, നീ ഭയപ്പെടേണ്ട. നിനക്കൊരു നാഥനുണ്ട്, നിനക്കുടയവനുണ്ട്, നിനക്കൊരു നാഥനുണ്ട്. മകനെ, നിനക്കൊരു നാഥനുണ്ട്. നിൻ്റെ രക്ഷകർത്താവ് ഒരാളുണ്ട്. സ്തോത്രം. 17-ാമത്തെ വയസ്സിലേക്ക് കിട്ടിയ ആനന്ദകര അനുഭവമായിരുന്നു. മോനെ, നിനക്ക് ഉടവയുണ്ട്, നിനക്ക് ഉടമസ്ഥനുണ്ട്, നിനക്ക് രക്ഷകർത്താവുണ്ട്. അത് ജീവനുള്ള ക്രിസ്തുവാണ്. കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് തന്നു. ഞാൻ അവൻ്റെ തിരുമാറിൽ ചാരി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ തിരുവിലാവിൽ ഞാൻ ചാരി. ആ തിരക്തം ഒലിച്ചിറങ്ങുന്ന ആ തിരുമാറിലേക്ക് ഞാൻ ചാരി. നിങ്ങൾക്ക് സ്വപ്നം പോലെ തോന്നുന്നല്ലേ? സ്തോത്രം. അവനിൽ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നീ ഇല്ലെങ്കിൽ ഞാൻ പൂജ്യമാണെന്ന് പറഞ്ഞു. കർത്താവേ, നീ ഇല്ലെങ്കിൽ ഞാൻ കരിക്കട്ടയാണ് ഞാൻ പറഞ്ഞു. നീ തൊട്ട് നിൽക്കുന്നതുകൊണ്ടാണ് എന്നിൽ തീയുള്ളത്. ഇല്ലെങ്കിൽ വെറും കരിക്കട്ട. കർത്താവേ, വെറും കരിക്കട്ട. നീ സ്വന്തമായി ഒരു വാക്ക് പറയാൻ കഴിയില്ല കർത്താവേ. നീ സ്വന്തമായി ജ്ഞാനമില്ല, സ്വന്തമായി അറിവില്ല. ചുമ്മാ പറയുന്ന വാക്കല്ല കേട്ടോ. സ്വന്തമായി എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ള ഒരു സ്കിൽ എനിക്കില്ല. സ്വന്തമായി ശക്തമായും സമർത്ഥമായി എന്തെങ്കിലും പറയുവാനുള്ളതായ അതിനുള്ളതായ പ്രാവീണ്യം എനിക്കില്ല, സ്കില്ലില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, ഐ എം അലോൺ. ഞാൻ ഏകനാണ്. ഐ എം ഡിസ്ട്രസ്ഡ്. ഞാൻ ദുരിതം അനുഭവിക്കുന്നതിനാണ്. സ്തോത്രം. കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ ജീവിതത്തിൽ മാറിപ്പോകരുത്. ഇന്നിങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഒരിക്കലും നീ എൻ്റെ ജീവിതത്തിൽ മാറിപ്പോകരുത്. എൻ്റെ തലയിൽ നിൻ്റെ കൃപ മാറിപ്പോകരുത്. നിൻ്റെ കാര്യം എൻ്റെ തലയിൽ നിന്ന് മാറിപ്പോകരുത്. നീ ഇല്ലെങ്കിൽ ഞാൻ പൂജ്യമാണ് കർത്താവേ. കർത്താവേ, കരിയിനി ഉണ്ടാകാത്ത വിധത്തിൽ നിൻ്റെ തീ എന്നിൽ നിറഞ്ഞു നിന്ന് ഞാൻ തീക്കനലായി മാറണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിക്കാമല്ലോ, നിങ്ങൾക്ക് തുറന്ന് പറയാമല്ലോ, നിങ്ങൾക്ക് ദൈവത്തോട് അപേക്ഷിക്കാമല്ലോ. കേൾക്കാനൊരു ദൈവം ഉണ്ടല്ലോ. ഹല്ലേലൂയ. പറഞ്ഞാൽ സ്വീകരിക്കാനൊരു ദൈവം ഉണ്ടല്ലോ. പറഞ്ഞാൽ കേൾക്കാനൊരു ദൈവം ഉണ്ടല്ലോ. വിശ്വസിക്കൂ. ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കൂ. മരുവിൽ വിളിച്ച് പറയുന്നതിൻ്റെ വാക്കാവിത്, മാനസാന്തരപ്പെടുവീൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 30-ാം വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 17:30. അവിടെ മാനസാന്തരപ്പെടുവീൻ എന്നാണ് പറയുന്നത്. മാനസാന്തരപ്പെടുവീൻ ദൈവത്തിൻ്റെ കൽപ്പനയാണത്. ആരോട്? എല്ലാവരോടും, എവിടെയുമുള്ള എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ് മാനസാന്തരപ്പെടുവീൻ. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. സ്തോത്രം. അത് സെൻറ്റ് പോൾ ആഥൻസിൽ ചെന്നപ്പോൾ അവിടെ ചെയ്തൊരു പ്രസംഗമാണ്. അഥേന എന്ന വേദപുസ്തകം. ആഥൻസിൽ ചെന്നപ്പോൾ അവിടെ ചെയ്തൊരു പ്രസംഗമാണ്. ആഥൻസിൽ ചെന്ന് അവിടുത്തെ ഒരു പൂജാസ്ഥാനങ്ങൾ കണ്ടു, ആരാധനാ സ്ഥലങ്ങൾ. അരിയോവക്കുന്നൊക്കെ പറയും, അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആരാധനാ സ്ഥലം, കുറേയേറെ വിഗ്രഹങ്ങൾ, ഒട്ടേറെ വിഗ്രഹങ്ങൾ ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നു. ഒന്നിൽ ടു ദ ഗോഡ് ഹെർക്കുലീസ് ദേവന് ഒരു വിഗ്രഹം. പിന്നൊന്ന് ടു ദ ഗോഡ് അപ്പോളോ ദേവന് ഒരു വിഗ്രഹം. ടു ദ ഗോഡസ് സെലിൻ ദേവിക്ക് ഒരു വിഗ്രഹം. ഈ ഓരോ വിഗ്രഹങ്ങൾ ഇങ്ങനെ ഓരോന്ന് നോക്കി കണ്ടു. അപ്പോൾ ഓരോ വിഗ്രഹങ്ങൾ ഓരോ ദൈവത്തിൻ്റെ പേരാണ്. ഏതൻസിൻ്റെ അവരുടെ പുറജാതി ദൈവങ്ങൾ. ചെന്നപ്പോൾ ഒരു കല്ലിന്മേൽ എഴുതിയിരിക്കുന്നു ടു ദ ഗോഡ് അൺനോൺ. ഏതാ? ടു ദ ഗോഡ് അൺനോൺ, അജ്ഞാതദേവന് എന്ന് പേരുള്ള വേദിക്കല്ല് കണ്ടു. അജ്ഞാതദേവൻ, ടു ദ ഗോഡ് അൺനോൺ. അപ്പോൾ പോലീസിന് പിടികിട്ടി. പോലീസ് പറഞ്ഞു, നിങ്ങൾ അജ്ഞാതദേവനെ നിങ്ങൾ എഴുതിയ കല്ല് ഞാൻ കണ്ടു. ആ ദൈവത്തെ ആർക്കും അറിയപ്പെടാത്ത ദൈവമാണല്ലോ. ആ ദൈവത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. ആർക്കും അറിയാൻ പറ്റാത്ത ആ ദൈവത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. പോലീസിനെ പറഞ്ഞു. അവർക്കൊന്നും മനസ്സിലായില്ല. പോലീസ് ഏതൻസിലെ ചില കവികളുടെ കവിതയൊക്കെ ഉദ്ധരിച്ചു. അവർക്ക് പറ്റിയ രീതിയിൽ കവിത പാടിയാൽ അവർക്ക് കുറച്ച് ഇമ്പ്രസീവ് ആകുമെന്ന് വിചാരിച്ച് കവിതയൊക്കെ ഉദ്ധരിച്ചു. പക്ഷെ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അറ്റ കൈ പോലീസിലേ പറഞ്ഞു,
അവസാനം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞത്, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുകയില്ല. നിങ്ങൾ അറിവില്ലാത്തവരാണ്, അറിയാത്ത ദേവൻ അറിവില്ലാത്തവരാണ്. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുകയില്ല. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. സ്തോത്രം. എങ്ങനെ സാധിക്കും? ദൈവം നിയമിച്ച ഒരു പുരുഷൻ മുഖാന്തരം. ആര്? കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം. ദൈവം നിയമിച്ച ഒരു പുരുഷൻ മുഖാന്തരം, ദൈവം ഭൂമിയിലേക്ക് കരുണയോടെ അയച്ചതിൻ്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം ഈ മാനസാന്തരം തരുമെന്ന് അന്ന് ചിലർ വിശ്വസിച്ചു, ചിലർ ദൈവത്തിൽ വിശ്വസിച്ചു. ആഥൻസിൽ ഒരു ശുശ്രൂഷ തുടങ്ങി. അഥേനയിൽ സുവിശേഷം പരന്നു, പിന്നെ അങ്ങ് പരക്കാൻ തുടങ്ങി. ഗ്രീസിൽ സുവിശേഷം പരന്നു. ഗ്രീസിലെ കൊരിന്തിലും ഗ്രീസിലെ ഫിലിപ്പിയിലും എല്ലാം സുവിശേഷം കടന്നു ചെന്നു. ഫിലിപ്പിയിൽ അപ്പോസ്തലൻ ചെന്നു പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചന്തയിലാണ് പ്രസംഗിക്കുന്നത്. ചന്ത സ്ഥലത്ത് ആളുകൾ വിൽക്കാനും വാങ്ങാനും വരുന്ന ചന്തയിലാണ്. ഇന്നപോലെ പ്രസംഗിക്കാൻ ഹോളോ ഓഡിറ്റോറിയമോ പള്ളിയൊന്നും ഇല്ല അവിടെ. അന്നൊരു സ്ഥലം, ഒരു പുഴവക്കത്ത്, അവിടെ ആളുകൾ സാധനം കൊണ്ടുവരും വിൽക്കും. അപ്പോൾ അന്നേരം ഒരു സ്ത്രീ തുണിച്ചായ ഉണ്ടാക്കി വിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ തുണിച്ചായ ഉണ്ടാക്കി. ആ സ്ത്രീ അവൾ തുണിച്ചായ ഉണ്ടാക്കി, കുടിൽ വ്യവസായം പോലെ വീട്ടിൽ തുണിച്ചായ ഉണ്ടാക്കും. അവളുടെ വീട് ആ നാട്ടിലല്ല, തൊയ്ത്തൈരയില, അടുത്ത പ്രദേശത്താണ്. അവിടെ നിന്ന് അവൾ ഈ സാധനം കൊണ്ടുവന്ന് അവിടെ വന്ന് വിൽപ്പനയ്ക്ക് വന്നതാണ്. ആ സ്ത്രീ, അവളുടെ പേര് ലുദിയ എന്നാണ്, ലുദിയ എന്ന സ്ത്രീ അന്ന് ഈ വിൽപ്പനയ്ക്കായിട്ട് തുണിച്ചായം വിൽക്കാൻ വന്ന സ്ത്രീ, അവർ ഈ അപ്പോസ്തലൻ്റെ വാക്ക് കേട്ടു, ശബ്ദം കേട്ടു, മാനസാന്തരപ്പെടുന്ന ശബ്ദം കേട്ടു. അവൾ മാനസാന്തരപ്പെട്ടു. യൂറോപ്പിലെ ആദ്യത്തെ ക്രിസ്ത്യാനി ലുദിയ എന്ന സ്ത്രീ ആയിരുന്നു. മാനസാന്തരപ്പെടുക. നിങ്ങളുടെ വീട്ടിൽ ആദ്യം മാനസാന്തരപ്പെടുന്ന നിങ്ങളായിരിക്കട്ടെ. നിങ്ങളുടെ നാട്ടിൽ ആദ്യം മാനസാന്തരപ്പെടുന്ന നിങ്ങളായിരിക്കട്ടെ. നിങ്ങളുടെ സ്ഥാപനത്തിൽ ആദ്യം മാനസാന്തരപ്പെടുന്ന നിങ്ങളായിരിക്കട്ടെ. നിങ്ങൾ അധ്യാപകനാണോ? ഞാൻ അധ്യാപകനായിരുന്നു. ഞാൻ മാനസാന്തരപ്പെട്ട അധ്യാപകനായിരുന്നു. ഞാൻ ജോലി ഉഴപ്പിയിട്ടില്ല. എൻ്റെ സ്റ്റുഡൻസ് ആരെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയാമായിരിക്കും. ജോലി ഉഴപ്പില്ല. കൃത്യമായിട്ട് ജോലിയെല്ലാം ചെയ്തു. കൃത്യമായിട്ട് അല്പം പോലും ഞാൻ ജോലി ഉഴപ്പിയില്ല. പക്ഷേ ഞാൻ സുവിശേഷകാരനായിരുന്നു. ജോലി കഴിഞ്ഞുള്ള സമയത്ത് ഞാൻ സുവിശേഷയിലേക്ക് കൊണ്ടുപോകും. ഒരു പ്രയാസമില്ലാതെ. അന്ന് വണ്ടി സൗകര്യമൊന്നുമില്ല. ബസ് കയറി മാറി കയറി കൺവെൻഷൻ സ്ഥലത്ത് ചെല്ലും. രാത്രി 10-10:30 ആകുമ്പോൾ കൺവെൻഷൻ തീരും. അവരെന്നെ ഏതെങ്കിലും മെയിൻ ടൗണിൽ കൊണ്ടാക്കും. തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തും കൊട്ടാരക്കരയും തൃശ്ശൂരും കോഴിക്കോടും എല്ലാം ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാൻ കോളേജിൽ പഠിപ്പിക്കുകയാണ്. ബസ് സ്റ്റാൻഡിൽ പത്രം വാങ്ങിച്ച് വിരിച്ച് അത് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ബസ്സിന് തിരിച്ചു പോരും. ഭാഗ്യവശാൽ ദൈവം കൃപ ചെയ്ത് ആ കാലങ്ങളെല്ലാം മനോഹരമായി നടന്നു. ഇന്നും എൻ്റെ കർത്താവിന് വേണ്ടി സംസാരിപ്പാൻ കർത്താവ് എനിക്ക് ആയുസ് തന്നിരിക്കുന്നു. ക്രിസ്തുവിനെ സാക്ഷിക്കാൻ അവസരം തന്നിരിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് എൻ്റെ യേശുവിനോട് കടപ്പാടുണ്ട്. എൻ്റെ യേശുവിനോട് നന്ദിയുണ്ട്. യേശുവിനോട് എനിക്ക് സ്നേഹമുണ്ട്. കാരണം അവൻ എന്നെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയട്ടെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഭംഗിയൊക്കെ പറയല്ല. യേശു നിങ്ങളെ വ്യക്തിപരമായി അറിയുന്നുണ്ട്, വ്യക്തിപരമായി സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കാര്യം കർത്താവിന് അറിയാം. നിങ്ങളുടെ ഭാരങ്ങളറിയാം. അവൻ്റെ പ്രകൃതി അറിയുന്നതാണ് വേദവസം പറയുന്നത്. എൻ്റെ പ്രകൃതി അറിയുന്നു. നമ്മുടെ പ്രകൃതി യേശുവിനറിയാം, സ്വഭാവം യേശുവിനറിയാം. യേശു നിങ്ങൾ കോപിക്കുന്നില്ല. വിശ്വസിക്കൂ. നിങ്ങൾ ഇതുവരെ യേശുവിനെ അറിയാതെ ജീവിച്ചെന്ന് പറഞ്ഞ് കോപിക്കുകയില്ല. യേശു നിങ്ങൾക്ക് അവസരം തരികയാണ്. കോപിക്കുന്നൊരു ദിവസമുണ്ട്. പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നു വെച്ചിട്ട് പെട്ടകത്തിന് അകത്ത് കിടക്കാതെ മാറി നിന്നവർ അവർ മുട്ടിയിട്ട് തുറക്കുന്നില്ല. വാതിൽ തുറന്നു വെച്ചിരിക്കുന്ന സമയമുണ്ട്. ഈ പെട്ടകത്തിനകത്ത് കിടക്കാനുള്ളൊരു സമയമുണ്ട്. ഒരു നിശ്ചിത സമയം ഈ വാതിൽ തുറന്നിരിക്കും. പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും പ്രവേശനമില്ല. പെട്ടെന്നെടുത്ത് ആശാരിമാർ പോലും ചുറ്റും നിന്ന് കരഞ്ഞു. പെട്ടെന്ന് ചുറ്റും നീന്തി തുടിച്ച് നിന്നുകൊണ്ട് കരഞ്ഞു. ഞാൻ തുറന്നു തരണേ, ഒന്ന് തുറന്നു, ഞങ്ങൾ പെടുന്നതല്ലേ, ഒന്ന് തുറന്നു തരണേ. ഇല്ല, അവർ കിടക്കാൻ കൂട്ടാക്കിയില്ല. പെട്ടെന്ന് പണിതവരാണ്. ഇന്ന് തിയോളജി അറിയാവുന്നവർ പലരും അകത്ത് കിടക്കുന്നില്ല. ഇന്ന് വലിയ തിയോളജിക്കൽ ഡോക്ടറേറ്റ് ഉള്ളവരും പലരും അകത്ത് കിടക്കുന്നില്ല, സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നില്ല. ഇന്ന് വലിയ പണ്ഡിതന്മാരുണ്ട്, ആരും പ്രവേശിക്കുന്നില്ല. പ്രവേശിക്കുന്നവരാ ഒരു നീചഭാവിയായി കർത്താവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എളിമയോടെ കടന്നു വരുന്നതിനകത്ത് പ്രവേശിക്കാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെന്ത് തോന്നുന്നു? നിങ്ങളെന്ത് പറയുന്നു? നിങ്ങൾക്ക് വേണമോ ഈ യേശുവിനെ?
ഇന്ന് യേശുവിനെ നിങ്ങൾക്ക് സ്വീകരിക്കണമോ? യേശുവിനോട് നിങ്ങൾക്ക് പോകണമോ? യേശുവിൻ്റെ കൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യണമോ? യേശുവിനെ കൂടാതെ നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നെങ്കിലും യേശുവിനോട് നിങ്ങൾ തിരിച്ചു പോകണമോ? യേശുവിൻ്റെ കൂടെ പോരാൻ തയ്യാറാണ്. നിങ്ങളുടെ വഴക്കും ബഹളവും അസ്വസ്ഥതയും നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരാൻ യേശു മനസ്സാണ്. നിങ്ങളുടെ ദുരിതപൂരിതമായ ജീവിതത്തിലേക്ക് കടന്നു വരാൻ യേശു മനസ്സാണ്. ആകുലങ്ങളും ഭാരങ്ങളും രോഗങ്ങളും നിരാശാകരമായ സാഹചര്യങ്ങളുള്ള നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ യേശുവിന് മനസ്സാണ്. യേശു ഇപ്പോൾ നിങ്ങൾ ഇരിക്കത്തൊന്ന് കെഞ്ചുകയാണ്, മകളെ നിൻ്റെ ഹൃദയം എനിക്ക് തുറന്നു തരൂ, മകനെ നിൻ്റെ ഹൃദയം എനിക്ക് തുറന്നു തരൂ, ഞാൻ അകത്ത് വരാം, ഞാൻ അകത്ത് പ്രവേശിച്ച് നമുക്ക് ഒരുമിച്ച് അത്താഴം കഴിക്കാം. കർത്താവിന് സ്തോത്രം. ഞാനിതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് ചെന്ന് ഞാൻ അവനോടും എന്നോടും കൂടി അത്താഴം കഴിക്കും. യേശു നമ്മോട് പറയുന്നു, ഈ സമയം നഷ്ടപ്പെടുത്താതെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. യേശുവിനെ നിങ്ങളുടെ ജീവിതം വേർതിരിക്കൂ. യേശുവിനോട് വാക്ക് പറയൂ, യേശുവേ നീ ഇല്ലാത്ത ജീവിതം പൂജ്യം, നീ ഇല്ലാത്ത ജീവിതം നഷ്ടം. എൻ്റെ യേശുവേ നിത്യത്തിലേക്ക് നിന്നോട് കടന്നു വരാൻ തക്കവണ്ണം ഇന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വരണമേ, എൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കണമേ. നിനക്ക് വേണ്ടി ഇതാ വഴി ഒരുക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഇതാ പാത ഒരുക്കുന്നു. കടന്നു വരണമേ യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമേ, എന്നെ നീ സ്വീകരിക്കണമേ. സക്കായിയെയും കൂട്ടിക്കൊണ്ട് എൻ്റെ ഭവനത്തിലേക്ക് പോയി യേശുവേ, ഇന്ന് നീചനും ദുഷ്ടനുമായ എന്നെയും കൂട്ടിക്കൊണ്ട് എൻ്റെ ഭവനത്തിലേക്ക് നീ പോരണമേ. കർത്താവേ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, ഇപ്പോൾ തന്നെ നീ എൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കൂ, നമുക്ക് സമർപ്പിക്കാം, ദൈവകരങ്ങൾ കേൾപ്പിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം, തിരുവചനങ്ങൾക്കായി സ്തോത്രം, നിൻ്റെ മക്കളോട് അവിടുത്തെ കരുണയോടെ ഇടപെടുന്നതിനായി സ്തോത്രം, വാത്സല്യ തികവോടെയോട് സംസാരിക്കുന്നതിനായി സ്തോത്രം, ഇന്നും എൻ്റെ യേശു ജീവിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ അവിടെ തിരക്തൻ്റെ വില ഞങ്ങൾക്ക് അറിയുവാൻ ഭാഗ്യം തന്നതിനായി സ്തോത്രം, തിരക്തത്തെ ഞങ്ങൾ വീണ്ടെടുത്തു എന്നുള്ളത് അറിയുവാനുള്ളതായ കൃപ തന്നതിനായി സ്തോത്രം. നാഥ നിൻ്റെ രണ്ടാമത്തവരെ വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമീൻ.